ഗബ്രിയും ജാസ്മിനും ഇതാ വീണ്ടും ഒരുമിച്ചെത്തിയിരിക്കുന്നു. ജാസ്മിന്റെ ചാനലിലാണ് പുതിയ വീഡിയോയുമായി അവരെത്തിയിരിക്കുന്നത്. ഒരു Q&A സെഷൻ ആയിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ആ Q&A സെഷനിലൂടെ പറയുന്നു. എല്ലാവരും ചോദിക്കുന്നു, എന്തിനാണ് ജാസ്മിൻ ഒറ്റയ്ക്ക് കൊച്ചിയിൽ വന്ന് താമസിക്കുന്നു എന്ന്. കൊച്ചിയിൽ ഒരുപാട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കൊച്ചിയിൽ വന്ന് താമസിക്കുന്നത്. അതുമാത്രമല്ല, വീട്ടിൽ തിരിച്ചിരുന്നില്ല ആദ്യമൊന്നും. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ജാസ്മിൻ ഒറ്റയ്ക്ക് കൊച്ചിയിൽ വന്ന് താമസിക്കുന്നത്. നമുക്കറിയാം, ജാസ്മിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് സാധാരണമായ ഒരു ഫാമിലിയാണ്. അധികം എക്സ്പോഷ്യർ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു നാടൻ ഫാമിലി. എന്നിട്ടും ജാസ്മിനെ ഇങ്ങനെ പറക്കാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിൽ ജാസ്മിൻ്റെ കഴിവ് കൊണ്ട് കൂടിയാണ്. സത്യം പറയാമല്ലോ, ബിഗ് ബോസിലായിരുന്നപ്പോൾ ജാസ്മിനും ഗബ്രിക്കും എത്രത്തോളം ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നോ അതിൻ്റെ 2 മടങ്ങ് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം അവർക്കുണ്ടായത്. അവരുടെ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികൾ, വിവാഹം കഴിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികളുമുണ്ട്. അത് അവരുടെ കമന്റ് ബോക്സിൽ തന്നെ. അതുമാത്രമല്ല, Q&A സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ആരുടെ കൂടെ നിൽക്കുമ്പോഴാണ് ജാസ്മിന് ഏറ്റവും കൂടുതൽ ഹാപ്പി എന്ന്. ജാസ്മിൻ പറയുമ്പോൾ ഏറ്റവും എൻ്റെ വലിയ സന്തോഷം എന്ന് പറയുന്നത് ഗബ്രിയുടെ കൂടെ നിൽക്കുമ്പോഴാണ്. ഗബ്രിയുടെ ചേർന്നതിന് ശേഷമാണ് ഞാൻ ലോകം എന്താണെന്ന് അറിയുന്നത്, ലോകം കാണാൻ തുടങ്ങിയത്, ടൂറ് പോകാൻ തുടങ്ങി. ജാസ്മിൻ്റെ ഒരു കഴിവ് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ ഇഷ്യൂ വരുമ്പോഴും ഒരുപാട് ഹേറ്റേഴ്സ് ജാസ്മിന് ഉണ്ടാവാറുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോളോവേഴ്സ് ആയിരിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നതാണ് അവർ ഏതൊക്കെ ഇഷ്യൂയിലൂടെയാണ് കടന്നു പോയിരുന്നത്. അതിൽ നിന്നൊക്കെ അടിപൊളിയായി ഊരിപ്പോരുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നോ അതിനുപരി ഫാൻസിനെ ജാസ്മിൻ സാധിച്ചിട്ടുണ്ട്. അതൊരു കഴിവ് തന്നെയാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. നിങ്ങളൊരു ജാസ്മിൻ ഗബ്രി ഫാൻ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.